morning students. Today's class I am going to explain class 8 biology, the remaining part of chapter 1 crop protection and management, the steps in agricultural practice. There are 7 main steps in agricultural practice. First one is preparation of soil, second one is sowing, third one is adding manure and fertilizer, fourth one is irrigation, fifth one is protecting from weeds, and sixth one is harvesting, and seventh step is storage. Okay, today we are going to study the third and fourth step, that is adding manure and fertilizers and irrigation. Okay, so let us learn more about that. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ആഡിങ് മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ പഠിച്ചതാണ്. ഓക്കെ, മാന്യൂഴ്സ് ആർ ഓർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ, മാന്യൂഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അത് പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഴ്സ് ആർ കെമിക്കൽസ് വിച്ച് ആർ റിച്ച് ഇൻ പർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ്. അതായത് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് വിച്ച് ആർ റിച്ച് ഇൻ പർട്ടിക്കുലർ ന്യൂട്രിയൻസ്. ഓക്കെ, ഹൗ ആർ ദേ ഡിഫർ ഫ്രം മാന്യൂർ? ഫെർട്ടിലൈസേഴ്സ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറീസ്. ഫെർട്ടിലൈസേഴ്സ് ഫാക്ടറീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സം എക്സാമ്പിൾസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂറിയ, അമോണിയം സൾഫേറ്റ്, സൾഫർ ഫോസ്ഫേറ്റ്, potash and NPK. What is NPK? Nitrogen, phosphorus and potassium. ഓക്കെ, അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ഫാക്ടറീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് യൂറിയ, അമോണിയം സൾഫേറ്റ്, സൾഫർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, NPK, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഹാസ് help farmers to get better yield. അതായത് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഫാർമേഴ്സിന് നല്ലൊരു ഈൽഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ക്രോപ്സ് സച്ച് ആസ് വീറ്റ്, പാഡി ആൻഡ് മെയ്സ്. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഹാസ് മെയ്ഡ് ദ സോയിൽ ലെസ് ഫെർട്ടൈൽ. The fertilizers also have become a source of water pollution. അതായത് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ ഫാമേഴ്സിന് ബെറ്റർ ഈൽഡ് കിട്ടും. ക്രോപ്സ് ആയിട്ടുള്ള വീറ്റ്, പാടി, മെയ്സ് ഇതിനാണ് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എക്സസീവ് യൂസ്, ഇത് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കൂടിയാൽ സോയിൽ ലെസ് ഫെർട്ടൈലാവും. അതായത് സോയിലിൻ്റെ ആ ഫലപുഷ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ്റെ ഒരു സോഴ്സും കൂടിയാണ്. ഓക്കെ, therefore in order to maintain the fertility of the soil we have to substitute fertilizers with organic manure to leave the field uncultivated in between two crops. അതായത് നമുക്ക് ഈ ഫെർട്ടിലൈസേഴ്സിന് പകരമായിട്ട് ഓർഗാനിക് മാന്യൂർ യൂസ് ചെയ്യുക. ഓക്കെ, the use of manure improves the soil texture as well as its water retaining capacity. It replenishes the soil with nutrients. അതായത് മാന്യൂർ എന്ന് പറഞ്ഞാൽ ജൈവവളം ധാരാളമായിട്ട് ഉപയോഗിച്ചാൽ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി സോയിലിനെ നിലനിൽക്കും. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അളവ് നിലനിർത്താനും പറ്റും. Okay, another method of replenishing the soil with the nutrients is through crop rotation. അതായത് നമ്മൾ മാന്യൂർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി
നിലനിർത്താനുള്ള മറ്റൊരു മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഓൾട്ടർനേറ്റ്ലി. ഓക്കെ, അതായത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ക്രോപ്സിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് ഒന്നിടവിട്ട് ക്രോപ്സിനെ മാറി മാറി കൾട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, പാടി ഫീൽഡിൽ പൾസസ് കൾട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ പൾസസ് കഴിയുമ്പോൾ പിന്നെ പാടി കൾട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെ ക്രോപ്സിനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, so in northern India used to grow legumes as fodder in one season and wheat in the next season. അതായത് ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളെ ഒരു സീസണിൽ വളർത്തുക, അടുത്ത സീസണിൽ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക. ദിസ് ഹെൽപ്ഡ് ഇൻ ദ റിപ്ലനിഷ്മെൻറ്റ് ഓഫ് ദ സോയിൽ വിത്ത് നൈട്രജൻ. അതായത് ഈ ലെഗൂമിസ് പ്ലാന്റ്, അതായത് പയർ വർഗ്ഗത്തിലുള്ള പ്ലാന്റ്സിന് സോയിലിൻ്റെ നൈട്രജൻ്റെ അളവ് നിലനിർത്താൻ പറ്റും. ഫാമേഴ്സ് ആർ ബീയിങ് എൻകറേജ് ടു അഡോപ്റ്റ് ദിസ് പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്, അതായത് ക്രോപ്പ് റൊട്ടേഷൻ. In the previous classes, you have learned about rhizobium bacteria. These are present in the nodules of the roots of leguminous plants. They fix atmospheric നൈട്രജൻ. അതായത് ലെഗൂമിനോസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പൾസസ്, പയർ വർഗ്ഗത്തിലുള്ള ചെടികളിലെയൊക്കെ റൂട്ട്സിലുള്ള ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. ഈ റൈസോബിയം ബാക്ടീരിയയ്ക്ക് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, ഈ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത് എവിടെയാണ്? ദീസ് ആർ പ്രസൻറ്റ് ഇൻ ദ നൊഡ്യൂൾസ് ഓഫ് റൂട്ട്സ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്. അതായത് ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലാണ് ഇത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്. ഓക്കെ, what are the difference between fertilizers and manure? Fertilizers is man-made inorganic salt and manure is a natural substance obtained by the decomposition of cattle dung and plant residues. അതായത് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ഇൻഓർഗാനിക് സോൾട്ടാണ്. മാന്യൂർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. മാന്യൂർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കാറ്റിൽ ഡങ്, പ്ലാന്റിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേക്കാണ് മാന്യൂർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മാന്യൂർസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദ ഫീൽഡ്. മാന്യൂർ ഫീൽഡിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഫെർട്ടിലൈസേഴ്സ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദ സോയിൽ. അതായത് ഫെർട്ടിലൈസേഴ്സ് സോയിലിന് വേണ്ട ഹ്യൂമസ്, അതായത് സോയിലിൻ്റെ ഫലഭൂഷ്ടിയൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഫെർട്ടിലിറ്റി ഒന്നും കൂട്ടാനായിട്ട് സഹായിക്കുന്നു, പക്ഷേ ഹ്യൂമസ് അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മാന്യൂർ എന്ന് പറഞ്ഞാൽ മാന്യൂർ പ്രൊവൈഡ്സ് ലോട്ട്സ് ഓഫ് ഹ്യൂമസ് ടു ദ സോയിൽ. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് ആർ വെരി റിച്ച് ഇൻ NPK പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഫെർട്ടിലൈസേഴ്സിൽ NPK അതായത് നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാസ്യവും ധാരാളമായിട്ട് കാണുന്നു. മാന്യൂർ ഈസ് റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. പ്ലാന്റ് ന്യൂട്രിയൻസ് വളരെ കുറവായിരിക്കും മാന്യൂറിൽ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് മാന്യൂർ. മാന്യൂറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദ ഓർഗാനിക് മാന്യൂർ ഈസ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ഫെർട്ടിലൈസേഴ്സ്. ദിസ് ഈസ് ബിക്കോസ്, അതായത് ഓർഗാനിക് മാന്യൂർ തന്നെയാണ് ഫെർട്ടിലൈസേഴ്സിനേക്കാളും എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഹാൻസസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. അതായത് സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നിലനിർത്തുന്നു. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ് ഡ്യൂ ടു വിച്ച് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിക്കം ഈസിലി. അതായത് സോയിലിന് ഗ്യാസസിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സുഷിരങ്ങളെ
മേക്ക് ചെയ്യാനായിട്ട് മാനുവറിന് കഴിവുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രണ്ട്ലി മൈക്രോബ്സ്, അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് മാനുവർ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ, സോയിലിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സോയിലിൻ്റെ ഘടന വർദ്ധിപ്പിക്കാനായിട്ട് മാനുവർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഇറിഗേഷൻ. ഓക്കെ, all living beings need water to live. Water is important for proper growth and development. What is irrigation? The supply of water to crops at regular intervals is called irrigation. What is irrigation? The supply of water to crops at regular intervals is called irrigation. അതായത് നമ്മൾ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ക്രോപ്സിന് നമ്മൾ വാട്ടർ കൊടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇറിഗേഷൻ. ദ സപ്ലൈ ഓഫ് വാട്ടർ ടു ക്രോപ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഈസ് കോൾഡ് ഇറിഗേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. So this much for today. Study well. We will meet in the next class. Thank you.